ഹായ് വെൽക്കം യു ഓൾ ഫോർ ദ നീറ്റ് കണ്ടന്റ് ഇൻ ബോട്ടണി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ ആണ്. ആൻഡ് ദാറ്റ് ഈസ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രമല്ല, പോളൻ ഗ്രെയിനിന് എല്ലാ വർഷവും നീറ്റ് എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഉണ്ടാവും. അപ്പോൾ പോളൻ ഗ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കണം, പോളൻ ഗ്രെയിൻ്റെ സെല്ലുകളെ കുറിച്ച് അറിയണം, പോളൻ ഗ്രെയിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണം. ഇനി പോളൻ ഗ്രെയിൻ ഏതെങ്കിലും തരത്തിലുള്ള ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പോളൻ ഗ്രെയിൻ്റെ പെക്യുലാരിറ്റീസ് ഒന്ന് അറിയണം. ഈ പോളൻ ഗ്രെയിൻ കാണാൻ എങ്ങനെ ഇരിക്കും, ഇതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ പോളൻ ഗ്രെയിൻ പല ഷേപ്പിൽ, അതായത് പല രൂപത്തിലും പല ഭാവത്തിലും പോളൻ ഗ്രെയിനെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പോളൻ ഗ്രെയിൻ നമ്മുടെ NCERT ടെക്സ്റ്റിൽ പോളൻ ഗ്രെയിൻ എങ്ങനെ ഇരിക്കും എന്ന് നോക്കും. കണ്ടോ, പല ഷേപ്പിൽ പല രൂപത്തിൽ കാണാം. ഈ മൂന്നാമത് കാണുന്ന ഈ ഒരു പുറമേ ഇങ്ങനെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള റേസ് ഒക്കെയുള്ള മുള്ളുകളൊക്കെയുള്ള ഈ ഒരു ഡയഗ്രാം, ഈ ഒരു ടൈപ്പ് പോളൻ ഗ്രെയിൻ, ഇത് ഹിബിസ്കസിൻ്റെ ചെമ്പരത്തിയുടെ പോളൻ ഗ്രെയിൻ ആണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ശരിക്കും ഈ പോളൻ ഗ്രെയിനെ കുറിച്ച് പറയുമ്പം പോളൻ ഗ്രെയിന് ഇത്രയും കളർഫുൾ ആയിട്ട് കാണണം നിർബന്ധമില്ല. പക്ഷേ പോളൻ ഗ്രെയിൻസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ സ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഇരിക്കും. ഇത് മൈക്രോസ്കോപ്പിക് ആയിട്ടും ആണ് കൂടുതലായിട്ടും കാണുന്നത്, അല്ലാതെയും കാണാൻ വേണമെങ്കിൽ, പക്ഷെ ഭൂരിഭാഗവും മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ ഈ ഒരു പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ഒരു പോളൻ ഗ്രെയിൻ എടുത്തു. അപ്പം ഇത് നമ്മുടെ ഹിബിസ്കസ് ചൈന റോസിൻ്റെ പോളൻ ഗ്രെയിൻ ആണ്. ഈ ഒരൊറ്റ പോളൻ ഗ്രെയിൻ എടുത്ത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് ഒരൊറ്റ പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിന് ഞാനൊന്ന് ക്രോസ് സെക്ഷൻ എടുക്കാം. മൈക്രോസ്കോപ്പിക്കലി ക്രോസ് സെക്ഷൻ എടുത്തു. അങ്ങനെ മൈക്രോസ്കോപ്പിൽ ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത് കാണാനായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നോക്കാം. ഈ പോളൻ ഗ്രെയിന് 2 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം നോക്കൂ, ഇന്നർ ലെയർ വരയ്ക്കുകയാണ്. ഇതാണ് ഇന്നർ ലെയർ. ഓക്കെ, ഇനി ഇതിലൊരു ഔട്ടർ ലെയറും കൂടി ഉണ്ട്. ഓക്കെ, ഇതിലൊരു ഔട്ടർ ലെയറും കൂടി ഉണ്ട്. അപ്പോൾ ആ ഔട്ടർ ലെയർ ഒന്ന് നോക്ക്, ഇതാണ് നല്ല കട്ടിയുള്ള ടഫായിട്ടുള്ള ഒരു ഔട്ടർ ലെയർ. ഓക്കെ, ഇതിന് രണ്ടിനും നമ്മളൊരു ടേം കൊടുക്കും. അപ്പോൾ ഈ ടേം കൊടുക്കുന്നത് എന്താ എന്ന് ആദ്യം അറിയണം. അപ്പം നമ്മൾ ഏറ്റവും പുറമേ കൊടുക്കുന്ന ഈ ലെയറിന് കൊടുക്കുന്ന ടേമാണ് എക്സൈൻ. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയറിന് നമ്മൾ വിളിക്കുന്ന ടേമാണ് എക്സൈൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സൈൻ. അപ്പോൾ എക്സൈൻ ഏതാ എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലായി, ഏറ്റവും പുറമേയുള്ള പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തത് എടുക്കാം. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇൻറ്റൈൻ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ലെയർ. ഓക്കെ, ഉള്ളിലുള്ള ലെയർ. അപ്പോൾ ആ ഉള്ളിലുള്ള ലെയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. പുറമേയുള്ള ലെയറിൻ്റെ പ്രത്യേകതയും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് ഉള്ളിലുള്ള ലെയർ. ഉള്ളിലുള്ള ലെയറിന് നമ്മൾ എന്ത് ടേമാണ് കൊടുക്കുക? ഇൻറ്റൈൻ. അപ്പോൾ ഔട്ടർ ലെയറുമായി ഇന്നർ ലെയറുമായി എക്സൈനും ഇൻറ്റൈനും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഔട്ടർ ലെയർ എക്സൈൻ എല്ലാ സ്ഥലത്തും ഈവൺലി തിക്കൻഡ് ആണ് എന്ന് ചിന്തിക്കരുത്. അത് അൺഈവൺലി തിക്കൻഡ് ആണ്, യൂണിഫോം അല്ല. കാരണം ചില സ്ഥലത്ത് ഈ എക്സൈൻ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ടൊരു ചെറിയ ഓപ്പണിംഗ് പോലെ തോന്നിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എക്സൈൻ ആബ്സെൻ്റ് ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ എക്സൈൻ ആബ്സെൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ നമ്മൾ എന്ത് ടേമാണ് കൊടുക്കേണ്ടത് എന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്പണിംഗ്. കണ്ടോ, ഈ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ജേം പൂ. ജേം പൂ. അപ്പോൾ നോക്കൂ, ഈ ഒരു ഓപ്പണിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ടേമാണ് ജേം പൂ. അപ്പോൾ ഏതൊക്കെയാണ് പാർട്സ് എന്നുള്ളത് കിട്ടി. എക്സൈനായി, ഇൻറ്റൈനായി. അതിൽ എക്സൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ടഫസ്റ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, ടഫസ്റ്റ് എന്ന് മാത്രമല്ല മോസ്റ്റ് റെസിസ്റ്റൻ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. മോസ്റ്റ് റെസിസ്റ്റൻറ്റ് സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ് ആ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്നറിയണം. ഇനി ആ ഡീറ്റെയിൽസിലേക്കാണ് നമ്മളൊന്ന് കയറാൻ പോകുന്നത്, ഈ എക്സൈനും ഈ ഇൻറ്റൈനിലേക്കും. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സംഗതി
നോക്ക്, പോളൻ ഗ്രെയിൻ ആർ ജനറലി സ്ഫെറിക്കൽ ഇൻ ഔട്ട്ലൈൻ. കണ്ട, ജനറലി സ്ഫെറിക്കൽ ആണ്. അപ്പോൾ ഈ സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിൽ 25 to 50 മൈക്രോമീറ്റർ ആണ്. ആൻഡ് ആസ് എ 2 ലെയർഡ് വാൾ, ഇപ്പം 2 ലെയർ വാളും ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ വാൾ എന്ന് അറിയേണ്ടത്? യെസ്, ഔട്ടർ ലെയർ എന്ന് പറയുന്നത് തിക്കാണ്, അതിനെ എക്സൈൻ എന്ന് വിളിക്കും. ഇന്നർ ലെയർ തിന്നാണ്, സ്മൂത്താണ്, അതിനെ ഇൻടൈൻ. അപ്പം നമ്മുടെ എക്സൈൻ ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇൻടൈൻ കണ്ടിന്യൂസ് ആണ്. ഇനി ഇന്നർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്ന നോക്ക്, സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്, സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അതേസമയം ഔട്ടർ ലെയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ, ദാറ്റ് ഈസ് സ്പോറോപൊള്ളിൻ. അപ്പം സ്പോറോപൊള്ളിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഔട്ടർ ലെയർ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. എക്സൈൻ എന്ന് പറയുന്നത് ടഫാണ്, ക്യൂട്ടനൈസ്ഡ് ആണ്, മെയ്ഡപ്പ് ഓഫ് എ കോംപ്ലക്സ് സബ്സ്റ്റൻസ് കോൾഡ് സ്പോറോപൊള്ളിൻ. കണ്ട, മെയ്ഡപ്പ് ഓഫ് എ കോംപ്ലക്സ് സബ്സ്റ്റൻസ് കോൾഡ് സ്പോറോപൊള്ളിൻ. അതേസമയം ഈ എക്സൈൻ്റെ പ്രത്യേകത ഇങ്ങനെയും നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സൈന് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓപ്പണിങ്സ് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് ജേംപോ. അവിടെ എന്ത് ആബ്സെൻ്റ് ആയിരിക്കും? സ്പോറോപൊള്ളിൻ ആബ്സെൻ്റ് ആയിരിക്കും. ഈ സ്പോറോപൊള്ളിൻ്റെ പെക്യുലാരിറ്റീസ് ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സ്പോറോപൊള്ളിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ആ സ്പോറോപൊള്ളിൻ ഉള്ളതുകൊണ്ട് എക്സൈൻ ഇത്ര പ്രാധാന്യം? അപ്പം ഷുഡ് വി നോ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സ്പോറോപൊള്ളിൻ? യെസ്, എക്സാക്ട്ലി. സോ എന്താണ് ഈ സ്പോറോപൊള്ളിൻ? അതൊന്നും അറിയണ്ടേ? വേണം. അപ്പം സ്പോറോപൊള്ളിനെ കുറിച്ച് നമ്മൾ പറയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ്, കണ്ട, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ. മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതിനേക്കാളും റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ നമ്മുടെ അറിവിലില്ല. സെക്കൻഡ് നോക്ക്, ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലൈൻ സൊല്യൂഷൻ. സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലൈൻ സൊല്യൂഷൻ. അതേപോലെ നോ എൻസൈം ദാറ്റ് ക്യാൻ ഡീഗ്രേഡ് സ്പോറോപൊള്ളിൻ സോ ഫാർ നോൺ. കണ്ടോ മക്കളെ, ഒരു എൻസൈം പോലും, നമ്മുടെ ഭൂമിയിലുള്ള ഒരു എൻസൈമിന് പോലും സ്പോറോപൊള്ളിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുപോലെ പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. എപ്പോഴും നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. അപ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോസിലുകളിൽ ഈ പോളൻ ഗ്രെയിൻ കാണാനുള്ള കാരണം എന്താ? ഓൺലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്പോറോപൊള്ളിൻ. അപ്പം സ്പോറോപൊള്ളിൻ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ പറയുന്നത് പല കുറ്റാന്വേഷണങ്ങളിലും ഈ സ്പോറോപൊള്ളിൻ്റെ പ്രസൻസ് കൊണ്ട്, പോളൻ ഗ്രെയിൻ്റെ കാരണം കൊണ്ട് കേസ് തെളിയിച്ച ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ സ്പോറോപൊള്ളിൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ഫോറൻസിക് സയൻസ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് സ്പോറോപൊള്ളിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ വാൾ ലെയേഴ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്പോറോപൊള്ളിൻ കൊണ്ടുള്ള എക്സൈനും അതേപോലെ സെല്ലുലോസും പെക്റ്റിൻ കൊണ്ടുള്ള ഇൻടൈനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻടൈൻ കണ്ടിന്യൂസ് ലെയറും എക്സൈൻ ഡിസ്കണ്ടിന്യൂസ് ലെയറുമാണ്. മെച്ചുവർ ആകുമ്പോൾ പോളൻ ഗ്രെയിനിൽ മാറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമുക്കറിയണം. പോളൻ ഗ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ, മെച്ചുവർ ആയി കഴിഞ്ഞാൽ ഇതൊരു അൺഈക്വൽ മൈറ്റോസിസ് നടക്കും. ഈ അൺഈക്വൽ മൈറ്റോസിസ് വഴി പോളൻ ഗ്രെയിൻ 2 സെല്ലായിട്ട് മാറും. ഈ 2 സെല്ലിൽ ഒരു ലാർജർ സെല്ലും ഉണ്ട്, അതേപോലെ ഒരു സ്മോളർ സെല്ലും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാർജർ സെൽ. ഓക്കെ, ഇതാണ് സ്മോളർ സെൽ. ഈ സ്മോളർ സെല്ലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ലാർജർ സെല്ല് നോക്കൂ, ലാർജർ സെല്ല് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണെങ്കിൽ സ്മോളർ സെല്ല് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, ന്യൂക്ലിയസും സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഓക്കെ, അതിൽ ഈ ലാർജർ സെല്ലിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടേം ഉണ്ട്. ലാർജർ സെല്ലിന് നമ്മൾ കൊടുക്കുന്ന ടേമാണ് വെജിറ്റേറ്റീവ് സെൽ അഥവാ ട്യൂബ് സെൽ. അതാണ് ലാർജർ സെല്ല്. അപ്പം വെജിറ്റേറ്റീവ് സെൽ എന്നോ അതല്ലെങ്കിൽ ട്യൂബ് സെൽ എന്നോ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ബിഗർ. അതേസമയം സ്മോളർ സെൽ ഏതാന്ന് ചോദിച്ചാൽ സ്മോളർ സെല്ല് ജനറേറ്റീവ് സെല്ലാണ്. അപ്പോൾ ആ ജനറേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത അത് സ്പിൻഡിൽ ഷേപ്ഡ് എന്നുള്ള കാര്യം
എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. അതിനെയാണ് ജനറേറ്റീവ് സെല്ലോ അതും അല്ലെങ്കിൽ നമുക്ക് ജേം സെൽ എന്നും വേണമെങ്കിൽ വിളിക്കാം. അപ്പം മെച്ചുവർ ആവുമ്പം 2 സെല്ലാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാവുക, ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. അപ്പം നോർമലി ഈ ഒരു 2 സെൽ കണ്ടീഷൻ, ഏതാ 2 സെൽ കണ്ടീഷൻ? ഈ ഒരു വെജിറ്റേറ്റീവ് സെൽ കണ്ടീഷനും അതേപോലെ ജനറേറ്റീവ് സെൽ കണ്ടീഷനിലാണ് സാധാരണ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്ത് പോവുക. ആന്തറിൽ നിന്നും ആൺപൂവിൽ നിന്നും പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതിനല്ലേ പോളിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റിലീസ് എപ്പോഴും ഈ 2 സെൽ കണ്ടീഷനിലുണ്ടാവാം. അങ്ങനെ വരുമ്പം ഈ ഒരു പോളൻ ഗ്രെയിൻ, മെച്ചുവർ ആയിട്ടുള്ള പോളൻ ഗ്രെയിനെ കാണാൻ എങ്ങനെയാന്ന് നോക്ക്. ദിസ് ഇസ് ദ പോളൻ ഗ്രെയിൻ ഓഫ് ആൻജിയോസ്പേം. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ നോക്കൂ, ആദ്യം എക്സൈനും ഇൻറ്റൈനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എക്സൈൻ ഔട്ടർ ലെയർ, ഇൻറ്റൈൻ ഇന്റർ ലെയർ. ഇനി 2 സെല്ല് ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഏതാ? ഒന്ന് നമ്മുടെ സ്വന്തം വെജിറ്റേറ്റീവ് സെൽ. അതിനെ ട്യൂബ് സെൽ എന്ന് വിളിക്കാനുള്ള കാരണം മെച്ചുവർ ആവുമ്പം അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവറിന്റെ മുകളിൽ പോയി വീഴുമ്പം ഈ ഒരു ട്യൂബ് സെല്ലാണ് പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ട്യൂബ് സെൽ എന്ന് വിളിക്കുന്നത്. അതേപോലെ താഴെ നമുക്ക് എന്ത് കാണാം? താഴെ നമുക്ക് ജനറേറ്റീവ് സെല്ല് കാണാം. ഈ ജനറേറ്റീവ് സെല്ലാണ് മെയിൽ ഗമീറ്റ്സ് ഉണ്ടാക്കുക. സ്മോൾ ഓപ്പണിംഗ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അത് അപ്പേർച്ചർ, ദാറ്റ് ഇസ് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് ജേം പോൾ. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനി NCERT ടെക്സ്റ്റിൽ ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്ക്. ആദ്യം ഒരു പോളൻ ഗ്രെയിൻ സാധാരണ പോലെ കൊടുത്തു. ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ വലിയ വാക്യൂൾസ് അവർ ലേബൽ ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസ് കാണിക്കുന്നുണ്ട്. ആ ന്യൂക്ലിയസ് അടങ്ങുന്ന പോളൻ ഗ്രെയിൻ അത് എന്ത് സംഭവിക്കും? അത് ഒരു അബ്നോർമൽ മൈറ്റോസിസ് നടക്കും, അസിമെട്രിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നടക്കും, അസിമെട്രിക് ആയിട്ടുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. ആ അസിമെട്രിക് സ്പിൻഡിലിന്റെ ഫലമായിട്ട് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്തു. വെജിറ്റേറ്റീവ് സെല്ല് ട്യൂബ് സെൽ ഇസ് ബിഗർ, ജനറേറ്റീവ് സെൽ സ്മോളർ, ഇത് ജേം സെൽ ഇസ് സ്മോളർ. ഓക്കെ ആണോ? അപ്പൊ ഈ 2 സെല്ലുകളെ കുറിച്ചും കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുമ്പം ഇങ്ങനെ നോക്കാം. ദ പോളൻ ഗ്രെയിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്രോസ്പോർ. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് സെൽ ഓഫ് ദ മെയിൽ ഗെമിറ്റോഫൈറ്റ്. അതാർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. മെയിൽ ഗെമിറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗമീറ്റ് ഉണ്ടാക്കുന്നവരാ. സോ മെയിൽ ഗെമിറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ മെയിൽ ഗമീറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഫോം ചെയ്യുന്നത് മൈക്രോസ്പോർ. ഇപ്പം നമ്മൾ കണ്ട പോളൻ ഗ്രെയിൻ്റെ ഫോം. അതിനുശേഷം ആദ്യത്തെ ഡിവിഷനിൽ 2 അൺഈക്വൽ സെൽസ് ഉണ്ടായി. ആ അൺഈക്വൽ സെൽസിലാണ് ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും സ്മോളർ ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ആർ ലിബറേറ്റഡ് അറ്റ് ദ 2 സെൽ സ്റ്റേജ്. ഇനി നമുക്ക് ആ വെജിറ്റേറ്റീവ് സെല്ലിന്റെയും ജനറേറ്റീവ് സെല്ലിന്റെയും പ്രത്യേകത ഒന്ന് അറിയണ്ടേ? യെസ്. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത നോക്ക്. വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, വെജിറ്റേറ്റീവ് സെൽ ഇസ് ബിഗർ. കണ്ടോ? വെജിറ്റേറ്റീവ് സെൽ ഇസ് ബിഗർ. ഓക്കെ, ആസ് അബണ്ടന്റ് ഫുഡ് റിസർവ്. കണ്ടോ? ആസ് അബണ്ടന്റ് ഫുഡ് റിസർവ്. ഓക്കെ, ഒരുപാട് ഫുഡ് റിസർവ് ഉണ്ട്. ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസുമാണ്. ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസുമാണ്. അപ്പോൾ ആ ന്യൂക്ലിയസിനടക്കം പെക്കുലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇനി ജനറേറ്റീവ് സെല്ലിന്റെ പ്രത്യേകതയോ? ജനറേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത അത് സ്മോൾ, ചെറുതാണ്. ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ എവിടെയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്? വലിയ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇനി അതിൻ്റെ ന്യൂക്ലിയസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? അതിനെ ന്യൂക്ലിയസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസും സെല്ലൊക്കെ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഒരുപാട് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിന്റെ പെക്കുലാരിറ്റിയും ജനറേറ്റീവ് സെല്ലിന്റെ പെക്കുലാരിറ്റിയും നമ്മൾ പഠിച്ചു. അപ്പം നോർമലി ഒരുവിധം എല്ലാ പോളൻ ഗ്രെയിനും ഈ 2 സെൽ സ്റ്റേജിലാണ് റിലീസ് ആവുക. അപ്പോൾ ആ 2 സെൽ സ്റ്റേജ് ഏതാ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദിസ് ഇസ് ദ 2 സെൽ സ്റ്റേജ്, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഇനി ചില കേസുകളിൽ ഈ പോളൻ ഗ്രെയിൻ നേരത്തെ മെച്ചുവർ ആവും. നേരത്തെ മെച്ചുവർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? ഈ മെച്ചുവർ ആയി കഴിഞ്ഞ ഈ പറയുന്ന പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പോളൻ ട്യൂബ് എവിടുന്ന ഡെവലപ്പ് ചെയ്യുക? ഇൻറ്റൈൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ജേം പോറിലൂടെ ഈ പോളൻ ട്യൂബ് റിലീസ് ചെയ്യും. ജേം പോറിലൂടെ പോളൻ ട്യൂബ് റിലീസ് ചെയ്യും. അതിലേക്ക് 2 മെയിൽ ഗമീറ്റ്സ് ആണ് റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമീറ്റ്സും വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൽ ഗമീറ്റ്.
ഇപ്പം മെയിൽ ഗമീറ്റ് ഏതാ എന്നുള്ളതിൽ ഇനിയൊരു കൺഫ്യൂഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പം ഇത് രണ്ടുമാണ് മെയിൽ ഗാമീറ്റ്. ഓക്കെ, മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് പോളൻ ട്യൂബ്. സോ ദിസ് ഇസ് ദ പോളൻ ട്യൂബ്. അപ്പോൾ മെച്ചുവർ ആയ ശേഷം ഉണ്ടാവുന്ന സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വന്നു. പോളൻ ട്യൂബും മെയിൽ ഗമീറ്റും കിട്ടി. ഓക്കെ ആണോ? എത്ര മെയിൽ ഗമീറ്റ് ആണ് ഫോം ചെയ്യുന്നതെന്നാണ് എപ്പോഴും നമ്മളോട് ചോദിക്കാം. 2 മെയിൽ ഗമീറ്റ്സ് ആർ ഫോംഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൻ്റെ തിയറട്ടിക്കൽ പാർട്ടും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നോക്ക്, ഇൻ ഓവർ 60% ഓഫ് ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് അറ്റ് 2 സെൽ സ്റ്റേജ്. ഏതൊക്കെയാണ് 2 സെൽ സ്റ്റേജ്? ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. ഓക്കെ ആണോ? യെസ്, ഡബിൾ ഓക്കെ. റിമൈനിങ് സ്പീഷീസിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യും. എങ്ങനെ? മൈറ്റോട്ടിക്കലി ഗിവ് റൈസ് ടു 2 മെയിൽ ഗമീറ്റ്സ്. ഇപ്പം ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമീറ്റ് ബിഫോർ ദ പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ്. ആ ഒരു കണ്ടീഷനിൽ 3 സെൽ സ്റ്റേജ് ആണ്. അപ്പം 2 സെൽ സ്റ്റേജും 3 സെൽ സ്റ്റേജും നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? വേണം. അപ്പം 2 സെൽ സ്റ്റേജ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് അറിഞ്ഞിരിക്കണം. 2 സെൽ സ്റ്റേജിൽ ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെൽ. ഓക്കെ, വെജിറ്റേറ്റീവ് സെൽ. സെക്കൻഡ് സെൽ എന്ന് പറയുന്നത് ഏതാ? സെക്കൻഡ് സെൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? അത് ജനറേറ്റീവ് സെൽ അല്ലേ? അപ്പോൾ ആ 2 സെല്ലും അവിടെ കാണിക്കണ്ടേ? യെസ്. അപ്പോൾ രണ്ടാമത്തത് ജനറേറ്റീവ് സെൽ. ഇനി 3 സെൽ സ്റ്റേജിൻ്റെ കേസിലോ 3 സെൽ സ്റ്റേജിൽ 3 സെല്ലാണ്. ആ 3 സെൽ ഏതൊക്കെയാ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേറ്റീവ് സെൽ തന്നെ. ദാറ്റ് ഈസ് ദ ബിഗർ സെൽ. വെജിറ്റേറ്റീവ് സെല്ലിന് ഒരു മാറ്റവും ഇല്ല. ദാറ്റ്സ് ദ ട്യൂബ് സെൽ. രണ്ടാമത്തെ സെല്ല് എന്ന് പറയുന്നത് ഏതാ? രണ്ടാമത്തെ സെല്ല് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം അപ്പം 2 and 3 ഒന്നിച്ചാണ്. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യും. അപ്പം 2 മെയിൽ ഗമീറ്റ് അല്ലേ ഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പം 2 മെയിൽ ഗമീറ്റ്. അപ്പം ടോട്ടൽ എത്ര സെല്ലായി? 3 സെല്ലായി. ഓക്കെ, 2 മെയിൽ ഗമീറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലും. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 സെൽ. അപ്പോൾ ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗമീറ്റ്സും. 3 സെൽ കണ്ടീഷൻ. അപ്പോൾ ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നോർമലി 60% ഓഫ് ആൻജിയോസ്പേംസിലും 2 സെൽ കണ്ടീഷനിലാണ് റിലീസ് ചെയ്യുക. ഓക്കെ, 1 വെജിറ്റേറ്റീവ് സെൽ ആൻഡ് 1 ജനറേറ്റീവ് സെൽ. മെജോറിറ്റി അതേസമയം 40% ഓഫ് ആൻജിയോസ്പേംസിൽ 3 സെൽ സ്റ്റേജിലാണ്. ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗമീറ്റ്സും. ഇസ് ഇറ്റ് ഓക്കെ? ഇനി ഈ പോളൻ ഗ്രെയിൻ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? എക്സാക്ട്ലി, പോളൻ ഗ്രെയിൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് പോളൻ ഗ്രെയിൻസിന് ഇമ്പോർട്ടൻസ് എന്ന് നോക്കണ്ടേ? പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറ്റ്സ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻ റിച്ച്. ഇപ്പം നമ്മൾ സാധാരണ ന്യൂട്രിയൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തുമാത്രം ഡയറ്റിൽ ഇൻവോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തണം. പക്ഷേ ഇത് പോളൻ ഗ്രെയിൻ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. അടുത്ത് നോക്ക്, പോളൻ ഗ്രെയിൻ്റെ ടാബ്ലറ്റ് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ദീസ് ആർ ദ ടാബ്ലറ്റ്സ്. കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോസ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ്സ് ആർ യൂസ്ഡ് ആസ് എ ഫുഡ് സപ്ലിമെൻറ്റ്. ഓൾട്ടർനേറ്റീവ് അല്ല, സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്പിലൊക്കെ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രൊഡക്ട്സ്, പോളൻ ഗ്രെയിൻ്റെ പ്രൊഡക്റ്റ് ടാബ്ലറ്റുകളായിട്ടും സിറപ്പുകളായിട്ടും അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ ഓക്കെ, ആൻഡ് ദീസ് ആർ ദ പോളൻ സിറപ്സ്. കണ്ടോ, ഇത് 1-2 ഡ്രോപ്സ് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേഷ്യൽ അപ്പിയറൻസിന് മാറ്റം വരും. വീണ്ടും പോളൻ ഗ്രെയിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് പോവുകയാണെങ്കിൽ പോളൻ കൺസപ്ഷൻ, പോളൻ ഗ്രെയിൻ കഴിക്കുന്നത്, പോളൻ ഡ്രിങ്ക് helps to increase the performance of athletes and racing horses. So it can be used as an energy drink. ക്ഷീണം വരുമ്പോൾ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതൊക്കെ പോളൻ ഗ്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. Is there any demerits for pollen grain? Exactly. So let's have a look at the demerits of the pollen grain. ഇപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ഡീമെറിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് കോസ് സെവിയർ അലർജിക് പ്രോബ്ലംസ്. ഈ പോളൻ ഗ്രെയിൻസ് അലർജിക്കും ബ്രോങ്കിയൽ അഫ്ലിക്ഷൻസും ഉണ്ടാക്കും എന്ന് എത്ര പേർക്കറിയാം? അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചെടി എന്ന് മാത്രമല്ല, ചെടികളുടെ പോളൻ ഗ്രെയിൻസ് നോസിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ശ്വാസകോശത്തിനെയാണ് ബാധിക്കുക. സോ ഇറ്റ് ലീഡ്സ് ടു സെവിയർ അലർജിക് പ്രോബ്ലംസ്. അത് എവിടം വരെ എത്തും വേണമെങ്കിൽ ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, ആസ്മ, ബ്രോങ്കൈറ്റിസ് വരെ എത്തും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ അറിയണ്ടേ?
നമ്മുടെ NCERT-യിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ്. ക്യാരറ്റ് പുല്ല് എന്നറിയപ്പെടുന്ന ക്യാരറ്റ് ഗ്രാസ് കെയിം ഇൻ ടു ഇന്ത്യ. എവിടുന്ന് വന്നു? മെക്സിക്കോയിൽ നിന്നും വന്നു. എങ്ങനെയാ വന്നത്? വിത്ത് ഇമ്പോർട്ടഡ് വിറ്റ്. ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ കൂടെ ബിക്കം യുബിക്യൂറ്റസ്, എല്ലാ സ്ഥലത്തും വ്യാപിച്ചു. ആൻഡ് ഒക്കർ ആൻഡ് കോസസ് പോളൻ അലർജി, ലീഡ്സ് ടു ക്യാൻസർ വരെ എത്തിപ്പെടും എന്ന് പറയുന്നു. ഉബിക്യൂറ്റസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും, സർവ്വ സ്ഥലത്തും വ്യാപിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കൂ. ഇതാണ് പാർത്തീനിയത്തിൻ്റെ 2 ടൈപ്സ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോലും നിൽക്കരുത് എന്നാണ് പറയാറ്. ലീഡ്സ് ടു ക്യാൻസർ വരെ പറയാറുണ്ട്. ഓക്കെ, അപ്പം പോളൻ ഗ്രെയിൻ മെറിറ്റ് പോലെ തന്നെ ഡീമെറിറ്റും ഉണ്ട്. ചില പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്കിന്നിനൊക്കെ വല്ലാതെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, നന്നായിട്ട് ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് ഒരേ സമയം ഇമ്പോർട്ടൻറ്റും ആണ്, ഒരേ സമയം അതിന് നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. കൂടുതലും അതിൻ്റെ പോസിറ്റീവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ. സോ പോളൻ ഗ്രെയിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. യെസ്, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. പോളൻ ഗ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്ക്, മെയിൽ ഗെമിറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം ഇസ് റെപ്രസെൻറ്റഡ് ബൈ. അപ്പം മെയിൽ ഗെമിറ്റോഫൈറ്റ് ആരാ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം മെയിൽ ഗെമീറ്റിനെ ഉണ്ടാക്കുന്ന ആളല്ലേ മെയിൽ ഗെമിറ്റോഫൈറ്റ്. അതിലൊരു കൺഫ്യൂഷനും ഇല്ല, അത് പോളൻ ഗ്രെയിൻ ആണ്. വീണ്ടും നോക്കുക, ഡയമീറ്റർ ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ ഡയമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു, 25 to 50 മൈക്രോമീറ്റർ ആണ്. അതാണ് പോളൻ ഗ്രെയിൻ്റെ ഡയമീറ്റർ. ഇനി എക്സൈൻ്റെ പെക്യുലാരിറ്റി എന്താണെന്നാണ് ഇനി ക്വസ്റ്റ്യൻ. എക്സൈൻ. അപ്പോൾ എക്സൈൻ്റെ പെക്യുലാരിറ്റി ഒന്ന് നോക്ക്. ഹാർഡ് ഔട്ടർ ലെയർ ആണോ? എക്സാക്ട്ലി. മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആണോ? നോ ഡൗട്ട്. ലെയർ മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊള്ളിൻ ആണോ? യെസ്. ലെയർ വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആണോ? യെസ്. ലെയർ വിച്ച് കനോട്ട് ബി ഡിഗ്രേഡഡ് ബൈ എനി നോൺ എൻസൈം ആണോ? ഇതെല്ലാം കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ കറക്റ്റാണ്, ബി കറക്റ്റാണ്, സി കറക്റ്റാണ്, ഡി കറക്റ്റാണ്, ഇയും കറക്റ്റാണ്. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇസ് ഇറ്റ് ഓക്കെ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻറ്റൈൻ ഓഫ് പോളൻ ഗ്രെയിൻ്റെ പ്രത്യേകത. ഇൻറ്റൈൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇൻറ്റൈൻ ഇന്നർ ലെയർ അല്ലേ? എക്സാക്ട്ലി. എത്തിൻ ആൻഡ് കണ്ടിന്യൂസ് ലെയർ അല്ലേ? ഓക്കെയാണ്. മെയ്ഡ് അപ്പ് ഓഫ് സെല്ലോസ് ആൻഡ് പെക്റ്റിൻ അല്ലേ? അപ്പോൾ ഡി ഓൾ ഓഫ് ദീസ് അല്ലേ കറക്റ്റ്? ഓക്കെ, വീണ്ടും അടുത്ത് നോക്കുക. പോളൻ ഗ്രെയിൻ ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ബിക്കോസ്. പോളൻ ഗ്രെയിനെ ഫോസിലായിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യാനുള്ള കാരണം ദേ വേരി ഫ്രം സ്പീഷീസ് ടു സ്പീഷീസ് ആണോ? അല്ല. വെറൈറ്റി ഓഫ് ആർക്കിടെക്ചർ ആയതുകൊണ്ടാണോ? അല്ല. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊള്ളിൻ, അതുകൊണ്ടല്ലേ. ആൻഡ് സ്പോറോപൊള്ളിൻ കനോട്ട് ബി ഡിഗ്രേഡഡ് ബൈ എനി നോൺ എൻസൈം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോളൻ ടാബ്ലറ്റ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടാണോ? ബ്രീഡിംഗ് പ്രോഗ്രാംസ് ആണോ? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യാറ്? എക്സാക്ട്ലി. അടുത്തൊക്കെ പോളൻ ഗ്രെയിൻ ആർ ഷെഡ് അറ്റ് വിച്ച് സ്റ്റേജ്? എത്ര സെൽ സ്റ്റേജിലാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 സെൽ സ്റ്റേജിലാണ് സാധാരണ ചെയ്യുക. പക്ഷെ സർട്ടൺ കണ്ടീഷൻസിൽ 3 സെൽ സ്റ്റേജിലും ഇല്ലേ? അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ 2 സെല്ലിന്? പക്ഷെ 3 സെല്ലിലും ഉണ്ട്. അപ്പം കറക്റ്റ് ആൻസർ ഏതാ? യൂഷ്വലി 2 സെൽ സ്റ്റേജിലാണ്, ബട്ട് സംടൈംസ് 3 സെൽ സ്റ്റേജിലും റിലീസ് ചെയ്യാം. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ? അപ്പൊ സത്യസന്ധമല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്ക്, പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ദേ ആർ യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് സിറപ്സ്. അത് കറക്റ്റ് അല്ലേ? അടുത്ത് നോക്ക്, പോളൻ ഗ്രെയിൻസ് ഓഫ് സം പ്ലാന്റ്സ് കോസ് സിവിയർ അലർജി ആൻഡ് ബ്രോങ്കിയൽ എഫ്ലിക്ഷൻസ്. അതും കറക്റ്റ് അല്ലേ? നമ്മൾ ഡീമെറിറ്റ്സിൽ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ്. ഈ വണ്ടുകളെയും ഈ കീടങ്ങളെയും ഒക്കെ ആകർഷിക്കാൻ വേണ്ടി ഫൗൾ ഓർഡർ ഉണ്ടാക്കും. യാ, ദാറ്റ്സ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഹണി ഇസ് മെയ്ഡ് ബൈ ബീസ് ബൈ ഡൈജസ്റ്റിംഗ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനെ ഡൈജസ്റ്റ് ചെയ്തിട്ടാണോ? അല്ലാതെ തന്നെ നെക്ടർ കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു മിസ്റ്റേക്ക് അല്ലേ? അപ്പൊ ഇതല്ലേ റോങ് സ്റ്റേറ്റ്മെന്റ്? എക്സാക്ട്ലി, അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. മെയിൽ ഗമീറ്റ്സ് ഇൻ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിലെ മെയിൽ ഗമീറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഇസ് ഫോംഡ് ബൈ ദ ഡിവിഷൻ ഓഫ്
മൈക്രോസ്പോർ എന്ന് പറയുന്ന 2 സെൽ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്. അതിൻ്റെ ഉള്ളിലെ ജനറേറ്റീവ് സെല്ലാണോ വെജിറ്റേറ്റീവ് സെല്ലാണോ ഹെൽപ്പ് ചെയ്യുക? ജനറേറ്റീവ് സെല്ലിൽ ഹെൽപ്പ് ചെയ്യുക. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് ജേം സെല്ലാണ്, ഡിവൈഡ്സ് ടു ഫോം 2 മെയിൽ ഗമീറ്റ്സ്. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. നോക്കുക, മെയിൽ ഗെമിറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേംസ് പ്രൊഡ്യൂസ്. മെയിൽ ഗെമിറ്റോഫൈറ്റ് എന്ന് പറയുന്ന ആരാ? അത് പോളൻ ഗ്രെയിൻ ആണ്. സോ മെയിൽ ഗെമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. ഈ പോളൻ ഗ്രെയിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ ക്വസ്റ്റ്യൻ. ഇപ്പൊ 2 സ്പേംസ് ആൻഡ് വെജിറ്റേറ്റീവ് സെൽസ് ആണ്. ഓക്കെ, വെജിറ്റേറ്റീവ് സെൽ എവിടെയുണ്ട്? 2 സ്പേംസും ഉണ്ടാവും. 2 മെയിൽ ഗമീറ്റ്സ് അല്ല സ്പേംസ്. സിംഗിൾ സ്പേം ആണോ? അല്ല. സിംഗിൾ സ്പേം ആൻഡ് 2 വെജിറ്റേറ്റീവ് ആണോ? അല്ല. 3 സ്പേംസ് ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 2 സ്പേംസ് അഥവാ 2 മെയിൽ ഗമീറ്റ്സും വെജിറ്റേറ്റീവ് സെൽസ് അവിടെ തന്നെ, വെജിറ്റേറ്റീവ് സെല്ല് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യല്ലേ? എക്സാക്ട്ലി. അപ്പം നമ്മൾ ഇന്ന് വളരെ കാര്യമായിട്ട് നോക്കിയ ഒരു ടോപ്പിക്കാണ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ വിവിധ രൂപത്തിൽ വിവിധ ഭാവങ്ങളിൽ പോളൻ ഗ്രെയിൻ കാണാമെന്നും അതേപോലെ പോളൻ ഗ്രെയിന് 2 വോള്, എക്സൈൻ, ഇൻടൈൻ, 2 സെല്ല്, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ പോളൻ ഗ്രെയിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും അതേപോലെ ഡീമറിറ്റ്സും ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീയിങ്. ഹോപ്പ് ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം, ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ സീ യു അഗെയിൻ for the next topic. Okay, so thank you. Bye.